Sallallahu ala Muhammad sallallahu alayhi wa sallam. Sallallahu ala Muhammad sallallahu alayhi wa sallam. നിഅമത്തുകളിൽ ഒന്ന് അവന്റെ ഭാര്യ നന്നാവുക എന്നതാണ്, അല്ലെങ്കിൽ ഭർത്താവ് നന്നാവുക എന്നതാണ്, കുടുംബം നന്നാവുക എന്നതാണ്, മക്കള് നന്നാകുക എന്നുള്ളതാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരാൾ വരികയാണ്. ഒരാൾ വന്നിട്ട് പറയാണ്, അമീറുൽ മുഅ്മിനീൻ, എന്റെ മക്കള് എന്നെ അനുസരിക്കുന്നില്ല, എന്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല, എന്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ആ മകനെ വിളിപ്പിക്കുകയാണ്. ആ മകനെ വിളിച്ചിട്ട് ചോദിക്കുന്നു, നിങ്ങളെ ബാപ്പ ഒരു പരാതി വന്നിട്ടുണ്ട്, നിങ്ങളെ ബാപ്പാനെ അനുസരിക്കുന്നില്ല എന്നാണ് പരാതി, ശരിയാണോ? അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ മകൻ തിരിച്ചു ചോദിക്കുകയാണ്, അമീറുൽ മുഅ്മിനീൻ, എന്റെ ബാപ്പ അങ്ങനല്ലേ പരാതി പറഞ്ഞതെന്നാൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഒരു ബാപ്പക്ക് മകനോടുള്ള, മക്കളോടുള്ള ബാധ്യത എന്തൊക്കെയാണ്? ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും 100 ചോദ്യങ്ങൾ വരും. അന്ന് ആ മകൻ ചോദിക്കുകയാണ്, ആ ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, അമീറുൽ മുഅ്മിനീൻ, ഒരു ഉപ്പാക്ക് മക്കളോടുള്ള ബാധ്യത എന്തൊക്കെയാണ്? അതിന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ 3 വിഷയങ്ങളാണ് പഠിപ്പിച്ചത്, 3 ബാധ്യത. ഒന്ന്, കുട്ടിക്ക് നല്ല ഉമ്മയെ കൊടുക്കണം. കുട്ടിക്ക് നല്ല ഉമ്മയെ കൊടുക്കണം. വേറൊന്ന്, കുട്ടിക്ക് നല്ല പേര് കൊടുക്കണം. പിന്നൊന്ന്, കുട്ടിക്ക് ഖുർആൻ പഠിപ്പിക്കണം. ഉമ്മയെ കൊടുക്കുന്നിടത്ത് നമ്മുടെ വിഷയത്തെ നമുക്ക് ചുരുക്കാം. നല്ല ഉമ്മയെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിനെയും കൂട്ടിക്കൊണ്ടുവരിക, കടമ്പാർ ഉറൂസിനിടയിൽ ചന്തയായിട്ടുണ്ടോ നോക്കാം, എന്നിട്ട് ഉള്ളയിൽ നല്ല ഉമ്മാനെ നമുക്ക് കൊടുക്കാം. അല്ല, ഉമ്മാനെയും മക്കളെയും കൂട്ടിയിട്ട് നാളെ കാസർഗോഡ് ടൗണിൽ പോയിട്ട് കാണുന്നതിൽ നല്ലൊരു ഉമ്മാനെ കൊടുക്കാന്ന. അല്ല, നല്ല ഉമ്മാനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നല്ല ഉമ്മയെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുമ്പോൾ ആലോചിച്ച് കെട്ടണമെന്നായി പറഞ്ഞത്. കല്യാണം കഴിക്കുമ്പോൾ ആലോചിക്കണോ? അപ്പൊ പ്രായമുള്ളക്ക് തോന്നും, അല്ലാഹുവേ ഇനിയിപ്പോ നമ്മളോട് ഈ വേല കണ്ടിട്ട് എന്താണ് കാര്യം, നമ്മളെ കാലം കഴിഞ്ഞു പോയില്ലേ ഉസ്താദേ എന്ന് തോന്നും. നമ്മളെ ഭാര്യമാരൊക്കെ അല്ലാഹ് നന്നാക്കി തരട്ടെ. പെണ്ണുങ്ങൾക്ക് തോന്നും, നമ്മളെ ഭർത്താവ് ഏതായാലും 10-20 വയസ്സായി, ഇനിയിപ്പോ എന്താക്കാനാണ്, അല്ലാഹ് ഇനി നമുക്ക് വേറൊരു വഴിയില്ലല്ലോ എന്ന് ചിന്തിക്കണ്ട. അല്ലാഹു നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ അല്ലാഹു തആല നന്നാക്കി തരട്ടെ, അല്ലാഹു തആല നന്നാക്കി തരട്ടെ. ഇനി നമ്മുടെ മക്കളെ കാര്യം നമുക്ക് നോക്കാമല്ലോ, നമ്മുടെ തലമുറയുടെ കാര്യം നമുക്ക് നോക്കാമല്ലോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഏറ്റവും ഖൈറായ സംഗതിയാണ് കുടുംബം എന്ന് പറഞ്ഞില്ലേ, അതിന് ഏറ്റവും ഖൈറായ ഒരുക്കം ഉണ്ടാവേണ്ടതുണ്ട്. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തുൻകഹുൽ മർഅതു ലി40 ലിമാലിഹാ വലി ജമാലിഹാ വലി ഹസബിഹാ വലി ദീനിഹാ ഫദ്ഫർ ബിദാത്തിദ്ദീൻ. കല്യാണം കഴിക്കലുണ്ട് പെണ്ണിനെ 4 കാര്യങ്ങൾക്ക് വേണ്ടി. ഒന്ന്, അവളുടെ സ്റ്റൈൽ, സമ്പത്ത് നോക്കിയിട്ട് കെട്ടലുണ്ട്. അമ്മോശങ്കാക്ക് ദുബൈയിൽ വലിയ ഹോട്ടലും കാര്യങ്ങളിലും ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല, കൂടുതൽ ആലോചിക്കേണ്ടെന്നൊന്ന് കെട്ട. പെണ്ണിന്റെ സമ്പത്ത് ആലോചിക്കുന്നവൻ വിഡ്ഢിയാണ്. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാ മിൻകുമുൽ ബഅത ഫല്യതസവ്വജ്. ഭാര്യക്ക് ചെലവിന് കൊടുക്കാൻ പറ്റുന്നു കല്യാണം കഴിക്കണോന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ പൈസ ഉണ്ടാക്കിയിട്ട് ഭാര്യനക്ക് ചെലവിന് കൊടുക്കാണ് വേണ്ടത്, അതല്ലാതെ ഭാര്യന്റെ പൈസ വാങ്ങിയിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കല്ല വേണ്ടത്. മാന്യതയിൽ ഇപ്പൊ അങ്ങനത്തെ പരിപാടി ഒന്നും നടക്കുന്നില്ല, ഞാനത് വിശദീകരിച്ച സമയം കളയുന്നില്ല. ഒരു വിഷയം അതാണ്. രണ്ടാമത്തെ ഒരു വിഷയം, അവളെ സ്റ്റൈല് നോക്കി കെട്ടലുണ്ട്. സ്റ്റൈല് നോക്കിയിട്ട് കല്യാണം കഴിക്കലുണ്ട്. അതിനാ കണ്ടുകെട്ടൽ സുന്നത്താണ്, കാണാനായിട്ട് ചിലപ്പോൾ തലാക്കായി പോകും. അവളുടെ അത്യാവശ്യം നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കാൻ പറ്റണ ഒരു പെണ്ണാകുക എന്നുള്ളതാണ്. ഒരാളെ പറ്റി അടുത്തന്നോട് ചങ്ങായി പറഞ്ഞു, കുറേ പെണ്ണ നോക്കിയിട്ട് ശരിയാകുന്നില്ല, കാമിലും മുക്കമ്മിലായ പെണ്ണ വണ്ണു ഏടെ കിട്ടും. അങ്ങനെ കുറെ നോക്കിയിട്ട് അടുത്തന്നോട് പറഞ്ഞു, ഉസ്താദെ ഓന് പെണ്ണേരിയാന്നേ ഇല്ല, ഓനാണെങ്കിൽ കണ്ണാടി നോക്കുന്നുമില്ല എന്നോ. മനസ്സിലായില്ല നിങ്ങള്? ഓന് പെണ്ണുങ്ങളെ നോക്കിയിട്ട് എങ്ങനെ ശരിയാകുന്നില്ല, പക്ഷെ ഇവൻ കണ്ണാടി നോക്കുന്നില്ല. എനിക്ക് എന്റെ സ്റ്റൈലല്ലേ ഉണ്ടാവുള്ളൂ. ഞാനിപ്പോ ഒരു പുതിയ അൾമറ വാങ്ങി, അതിൽ നോക്കുമ്പോ ഞാൻ പണ്ടേ തണക്ക് തന്നെ ഉള്ളത്.
മകളെ ബെഡ്റൂമിലേക്ക് അൾമറ വാങ്ങി, അതിൽ കണ്ണാടി നോക്കുമ്പോൾ ഞാൻ ഇക്കോലത്തിൽ തന്നെ ഉള്ളത്. അതിന് ആ കണ്ണാടിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാനുള്ളതല്ലേ അതിൽ കാണിക്കാൻ പറ്റുള്ളൂ. അതുപോലെ നമുക്കും അത്യാവശ്യം ഒരു ധാരണ വേണമെന്നാണ് നിങ്ങളോടും അതുപോലെ തന്നെ പെൺകുട്ടികളോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഒരു ഭാര്യയുണ്ട്, തന്ന ഒരു ഭർത്താവുണ്ട്. അവനാണ് ലോകത്തെ ഏറ്റവും സുന്ദരനെന്ന് വിശ്വസിക്കുന്ന സമയം നിന്റെ കൽബിൽ ഉണ്ടാകുന്നത് വരെ നിന്റെ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവൂല. എന്താ ഞാൻ പറഞ്ഞത്? നമുക്ക് കിട്ടിയിരിക്കുന്ന ഭാര്യ, ആ ഭാര്യ കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ ഇനി ഇങ്ങനെ പോയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ എന്റെ മനസ്സിൽ സമാധാനം ഉണ്ടാവൂല. അവളാണ് ലോകത്തെ ഏറ്റവും വലുത്. രണ്ട് ചങ്ങാതിമാർ. അപ്പൊ ഒരുത്തന്റെ ഭാര്യനെ മറ്റവും കണ്ടുപോയി, കാണേണ്ടതില്ല, അങ്ങനെ കണ്ടുപോയി. കണ്ടുനോക്കുമ്പോ ആ പെണ്ണ് അത്ര സ്റ്റൈലില്ലാത്ത കറുത്ത ഒരു പെണ്ണ. അപ്പൊ ഇവനാണ് കുറച്ച് ഗ്ലാമറാണ്. അപ്പൊ മറ്റവൻ ചോദിക്കാണ്, എടാ നീ ഏടാ നോക്കിയിട്ടാ കെട്ടിന്ന്? ഒരിക്കലും അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഒരിക്കലും അങ്ങനെ ചോദിക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്നറിയോ? ആ ഒറ്റ ചോദ്യം മതി അവരുടെ കുടുംബജീവിതം തകർന്നു പോകാൻ. നീ ഏടെ നോക്കിയിട്ടാ കെട്ടീന്ന്? ആരോട്? കല്യാണം കഴിഞ്ഞ് ചെറുപ്പക്കാരനോട് ഒരൊറ്റ ചോദ്യം മതി. ആ ചോദ്യം അവന്റെ മനസ്സിൽ ഇങ്ങനെ കളിക്കും. അതുകൊണ്ട് തമാശക്ക് പോലും എത്ര ചങ്ക് ബ്രോ, എന്ത് കടുപ്പുള്ള ചങ്കായാലും ശരി, അത്തരം തോന്നിവാസങ്ങൾ പറയാൻ പാടില്ല. കാരണം എന്തുകൊണ്ട്? അവന്റെ കൽബിൽ ഇബ്ലീസ് ആ സമയത്ത് കയറാൻ സാധ്യതയുണ്ട്. അല്ലാ എന്റെ ഓള് തീരെ പോരല്ലോ എന്നപ്പോ ഇവന് ചിന്തിക്കും. പിന്നെ അതങ്ങനെ കൂടി വരും. അതുപോലെ തന്നെ പെൺകുട്ടികളോട് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ കുടുംബക്കാരായ ആളോട് ഞാൻ പറയും, നിന്റെ ഭർത്താവ് അവനിങ്ങനെ ഒരു കരിവ് കിട്ടി കണക്ക് തോന്നായിപ്പോയല്ലോ, ദോശയും കല്ലും കണക്കുണ്ടെന്നു. സ്കൂട്ടിയിൽ ഇങ്ങനെ പോവാണ്, മാപ്പിളയും പെടും. അപ്പം വെയിറ്റിംഗ് ഷെഡിന്ന് കമന്റ്, എന്ത് ദോശയും കല്ലും കണക്കേണ്ട്. ദോശ വെളുത്തിട്ട് ഉണ്ടാക്കുന്ന കല്ല് കറുത്തിട്ടല്ലേ, ദോശയും കല്ലും കണക്കേണ്ട്. അങ്ങനെ കമന്റ് അടിക്കരുത്. എന്തുകൊണ്ട്? അത് കേൾക്കുമ്പോൾ അവരെ മനസ്സിൽ പ്രയാസമുണ്ടാകും. കല്യാണം കഴിഞ്ഞാൽ പറഞ്ഞ രണ്ട് സുഹൃത്തുക്കൾ ഭാര്യനെ കണ്ടു, വെറുതെ കണ്ടുപോയതാണ്. കണ്ടപ്പോ നീ എവിടെ നോക്കിയിട്ടാ കെട്ടിനി? നിന്റെ പെണ്ണിനെ തീരെ കാണാൻ വാങ്ങില്ലല്ലോ. അപ്പൊ മറ്റോ നല്ല ബുദ്ധിയുള്ളവനാണ്. അവൻ പറയാണ്, എന്റെ കൽബിൽ, ഞാൻ നേരത്തെ ഉമ്മമാരെ കഥ പറഞ്ഞ പോലെ നല്ല സ്നേഹമുള്ളവനാ. ഓ മറ്റവനോട് പറയാണ്, അവളെ സ്റ്റൈല് കാണണമെങ്കിൽ എന്റെ കണ്ണ് നിന്റെ മുഖത്ത് വെച്ച് നോക്കേണ്ടതുണ്ട്. എന്റെ കണ്ണുകൊണ്ട് ഓളെ നോക്കിയാലേ ഓളെ സ്റ്റൈലിക്ക് കാണുള്ളൂ. നീ പറഞ്ഞിട്ട് കാര്യമില്ല. കൽബിൽ സ്നേഹമുണ്ടായാൽ ഈ സൗന്ദര്യമൊന്നൊരു വിഷയമല്ല. ഞാനൊന്ന് പറയട്ടെ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കുറെ ഫോട്ടോകൾ ഉണ്ടാകും, ഡാൻസ് കളിക്കുന്നവരുണ്ടാകും, അങ്ങനെ പലതും കണ്ടിട്ട് നമ്മളെ കൽബിൽ ഇങ്ങനെ കുത്തിവെച്ചിട്ട് ഇതുപോലത്തെ പെണ്ണാകണേ എന്റെ ഭാര്യ എന്ന് എപ്പോ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ധാരന്നിട്ട് കാര്യമില്ല. പിന്നെയോ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ധാരെ കണ്ടത്, എനിക്ക് നല്ല കുടുംബജീവിതം വേണം, എന്റെ ഭാര്യ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവളാക്കണേ അല്ലാ, എന്റെ ഭാര്യ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവളാക്കണേ അല്ലാ, അതുപോലെ എന്റെ ഭാര്യക്ക് ഞാൻ ഏറ്റവും ഇഷ്ടമുള്ളവനാക്കണേ അല്ലാ. എന്ന ഈ ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണ് ഐശ്വര്യ റായ് ഒന്നതിന് ശേഷമുള്ളതുമല്ല, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും നിന്റെ കണ്ണിൽ ഏറ്റവും കൂടുതൽ നിനക്ക് സന്തോഷം തരുന്നതും നിന്റെ ഭാര്യയാണ് കേട്ടോ. അതുപോലെ പെണ്ണുങ്ങളോട് ഞാൻ പറയുന്നു, നമ്മൾ ദ്വാരക്കേണ്ടത് അപ്പുറത്തോ എന്തൊരു സ്റ്റൈലാണ് നമ്മൾ ഇങ്ങനെ പോലോ എന്ന് ചിന്തിക്കാതെ, ഇന്നത്തെ കാലം അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. പലതും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വരുന്ന കാലമായതുകൊണ്ടാണ് ഇങ്ങനെ കർശനമായി ഞാൻ പറയുന്നത്. ഏത് പെണ്ണും ദ്വാരക്കേണ്ടത് എന്താണ്? അല്ലാഹുവേ, എന്റെ ഭർത്താവിന്റെ സ്വഭാവം നന്നാകണം, എനിക്ക് എന്റെ ഭർത്താവിന് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് ഇഷ്ടമുള്ള പെണ്ണ് ഞാനാകണം, എന്റെ ഭർത്താവിന് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് ഇഷ്ടമുള്ള പെണ്ണ് ഞാനാകണം, അതുപോലെ എന്റെ കൽബിൽ എന്റെ ഭർത്താവ് ഏറ്റവും മഹബത്തുള്ളവനാക്കണേ അല്ലാ. അങ്ങനെ ഒരു ദുആ നിങ്ങൾ നടത്തി നോക്കൂ, ഏത് കുടുംബ പ്രശ്നങ്ങളും തീർന്നു പോകുന്നതാ. ദുആ ഇല്ലാതായി പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. വളരെ നിസ്സാര കാര്യങ്ങൾക്കാണ് അധികവും അടികൂടുന്നത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത്, ഒരാള് സ്റ്റൈല് മാത്രം നോക്കി കല്യാണം കഴിക്കാണ്, ആ കല്യാണം കഴിച്ചാൽ നാളെ ഒരു കുക്കർ ഒന്ന് പൊട്ടിത്തെറിച്ചു. അള്ളാഹു അപകടങ്ങളെ തൊട്ട് നമ്മളെ കാക്കട്ടെ, അപകടങ്ങളെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. എണ്ണയിൽ എന്തോ അപ്പം ചുടുകയാണ്, പെട്ടെന്ന് ഒരൊറ്റ തെറിക്കൽ എണ്ണ അങ്ങ് തെറിച്ചുപോയി, മുഖത്ത് തെറിച്ചുപോയി, കൊപ്പള വന്നു, സ്കിന്ന് പോയി, കളറു മാറി.
ഞാൻ ചോദിക്കുന്നു, നേരത്തെ കണ്ട സൗന്ദര്യം അത് മാത്രമാണ് നിന്റെ മാനദണ്ഡമെങ്കിൽ നിന്റെ ഭാര്യനോടുള്ള മഹബത്ത് കുറയാൻ ഒറ്റ കാരണം മതി. പിന്നെ എനിക്ക് സ്നേഹിക്കാൻ കഴിയൂല. ഈ അടുത്ത് ഞാനൊരു സംഗതി ഇങ്ങനെ വായിച്ചു.